നിങ്ങളൊരു ഷെയർ വാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളൊരു ബട്ടൺ അമർത്തുന്നു. അപ്പോൾ തന്നെ നിങ്ങളുടെ ഡിമറ്റ് അക്കൗണ്ടിലേക്ക് ഒരു ഷെയർ ക്രെഡിറ്റ് ആവുന്നു, ഒരു ഷെയർ വരുന്നു. നിങ്ങൾ പൈസ കൊടുത്തത് ആർക്കാണ്? എവിടെ നിന്നാണ് ഈ ഷെയർ വരുന്നത്? ഷെയറിന്റെ വില ഓരോ സെക്കൻഡിലും എന്തുകൊണ്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്? ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിന് പിന്നിലുള്ള യഥാർത്ഥ മെക്കാനിസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ പഴം വിൽക്കുന്ന ഒരു മാർക്കറ്റിലേക്ക് പോവുക. അവിടെ പഴം വിൽക്കുന്ന ആൾക്കാരും കാണും, അതുപോലെ തന്നെ പഴം വാങ്ങാൻ വന്ന ആൾക്കാരും കാണും. ഇനി അവിടെ വാങ്ങാൻ വന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് 1 കിലോ പഴം വിൽക്കുന്നത് 100 രൂപയ്ക്കാണെന്ന് വിചാരിക്കുക. അവിടെ പഴം വാങ്ങാൻ വന്നവരുടെ എണ്ണം കൂടുതലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ പഴത്തിന്റെ വില വർദ്ധിപ്പിക്കും. 100 എന്നുള്ളത് 110ലേക്കാവും, വേണ്ടി വന്നാൽ 120ലേക്കാകും. കാരണം എന്താണ്? അത് വാങ്ങിക്കാൻ വന്നവരുടെ എണ്ണം കൂടുതലാണെന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഒരുപാട് പഴം വിൽക്കാൻ വെച്ചിട്ടുണ്ട്, എന്നാൽ വാങ്ങാൻ വന്നവരുടെ എണ്ണം കുറവാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? പഴത്തിന്റെ വില 90ലേക്കാക്കും, അതിലും കുറച്ച് വേണമെങ്കിൽ 80ലേക്കും വരും. ഇത് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലും സംഭവിക്കുന്നത്. പഴത്തിനു പകരം സ്റ്റോക്കുകൾ അല്ലെ ഷെയറുകളാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നത് പ്രധാനമായിട്ടും 4 ഘടകങ്ങളാണ്. 4 ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് കമ്പനി, അതായത് ഏത് കമ്പനിയാണോ ഷെയറുകൾ അല്ലെ സ്റ്റോക്കുകൾ ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെ ഏത് കമ്പനിയുടെ സ്റ്റോക്കുകളാണോ നമ്മൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള ഒരു കമ്പനി, ആ കമ്പനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് നിക്ഷേപകർ അല്ലെ ട്രേഡേഴ്സ്. നിക്ഷേപകർ എന്ന് പറഞ്ഞാൽ ആരാണോ ആ കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ബ്രോക്കറിലൂടെ ആരാണോ ആ ഷെയർ വാങ്ങിക്കുന്ന ആൾക്കാർ, അവരാണ് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്. മൂന്നാമത്താണ് ബ്രോക്കർ. ഇവിടെയാണ് ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിക്ക് നേരെ എക്സ്ചേഞ്ചിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് സ്റ്റോക്ക് വാങ്ങിക്കാൻ കഴിയത്തില്ല. അതിനു പകരം നിക്ഷേപകനെയും എക്സ്ചേഞ്ചിനും ഇടയ്ക്ക് നമ്മളെ കണക്ട് ചെയ്യാനും വേണ്ടി ഒരു ഇടനിലക്കാരനുണ്ട്. അവരെയാണ് നമ്മൾ ബ്രോക്കർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ ബ്രോക്കിംഗ് ആപ്പുകൾ ഒരുപാടുണ്ട്. ഉദാഹരണത്തിന് ജെറോദ, അപ്സ്റ്റോക്സ്, ദൻ, ഏഞ്ചൽ വൺ, ഇങ്ങനെ ഒരുപാട് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. ഇവരെയാണ് ബ്രോക്കർമാരെന്ന് പറയുന്നത്. നാലാമത്തെ ഘടകമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് യഥാർത്ഥത്തിൽ ട്രേഡിംഗ് നടക്കുന്നത്. കാരണം ട്രേഡിംഗ് നടക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. അതിലേക്കൊരു ഇൻവെസ്റ്ററെ കൂട്ടിക്കൊണ്ട് വരുന്നത് ബ്രോക്കറാണ്. ആ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയും ഉണ്ടായിരിക്കും. ഈ 4 ഘടകങ്ങൾ ചേരുമ്പോഴാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മെക്കാനിസം കംപ്ലീറ്റ് ആകുന്നത്. ഇനി ഇവിടെ ഇന്ത്യയിൽ 2 എക്സ്ചേഞ്ചുകളാണ്. ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ NSE എന്ന് പറയും, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ BSE എന്ന് പറയും. നമ്മൾ നിഫ്റ്റി എന്നും സെൻസെക്സ് എന്നും കേട്ടിട്ടില്ലേ? നിഫ്റ്റി എന്ന് പറഞ്ഞാൽ NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സിനെയാണ് നമ്മൾ നിഫ്റ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സിനെയാണ് നമ്മൾ സെൻസെക്സ് എന്ന് പറയുന്നത്. സെൻസെക്സും നിഫ്റ്റിയും എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് വരുന്ന വീഡിയോയിൽ പ്രത്യേകം നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇനി നിങ്ങളൊരു ബട്ടൺ അമർത്തുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? നിങ്ങൾ 1000 രൂപ വിലയുള്ള ഒരു സ്റ്റോക്ക് വാങ്ങിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഒരു ബൈ ബട്ടൺ അമർത്തും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ഓർഡർ നേരെ ബ്രോക്കറിലേക്ക് ചെല്ലുന്നു. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്, ബ്രോക്കർ ആ ഓർഡറിനെ എക്സ്ചേഞ്ചിലേക്ക് അയക്കുന്നു. എക്സ്ചേഞ്ച് ചെന്ന് കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് എന്താണ് ചെയ്യുന്നത്? സ്റ്റെപ്പ് 3യിൽ അവിടെ ഒരു സെല്ലർ ഉണ്ടോ എന്ന് നോക്കും. സെല്ലർ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 1000 രൂപ വിലയിലാണ് അതിനെ ഓർഡർ പഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1000 രൂപയിൽ ആ സ്റ്റോക്കിനെ വിൽക്കാൻ ഒരു ഓർഡർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന ആരാണ്? എക്സ്ചേഞ്ച് ആണ്. 1000 രൂപയ്ക്ക് വിൽക്കാൻ ഒരു സെല്ലറിനെ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ആ ട്രേഡ് നടക്കുകയാണ്. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ട്രേഡ് നടന്നു കഴിഞ്ഞാൽ ആ ഒരു ഷെയർ നിങ്ങളുടെ ഡിമറ്റ് അക്കൗണ്ടിലേക്ക് വരുന്നു. ഈ 4 സ്റ്റെപ്പിലാണ് ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകുന്നത്. ഇനി ഷെയറിന്റെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആരാണ് ഷെയറിന്റെ വില നിശ്ചയിക്കുന്നത്? യഥാർത്ഥത്തിൽ ആരും ഷെയറിന്റെ വില നിശ്ചയിക്കുന്നില്ല. ഷെയറിന്റെ വില നിശ്ചയിക്കുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണ്. സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വാങ്ങാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം വിൽക്കാൻ വരുന്ന ആൾക്കാരെക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഡിമാൻഡ് കൂടുതലാണെന്ന് പറയാം. അതുപോലെ തന്നെ വാങ്ങാൻ വരുന്നവരുടെ എണ്ണം വിൽക്കാൻ വരുന്നവരുടെ എണ്ണത്തെക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സപ്ലൈ കൂടുതലാണെന്ന് പറയാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഡിമാൻഡ് കൂടുന്ന സമയത്ത് വില വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ സപ്ലൈ കൂടുന്ന സമയത്ത് വില കുറയുന്നു. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി വരുന്ന ഒരു പുതിയൊരു ടേമാണ്, അതായത് ഓർഡർ ബുക്ക്. എന്താണ് ഓർഡർ ബുക്ക് എന്ന് നമുക്ക് നോക്കാം. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പല വിലയിൽ ഒരു സ്റ്റോക്കിനെ വാങ്ങിക്കാനും വിൽക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. അതായത് 1000 രൂപയിൽ, ഇപ്പോൾ 1000 രൂപയിൽ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക്, ആ സ്റ്റോക്കിനെ 999 രൂപയ്ക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, 998 രൂപയ്ക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ 997 അതിന് താഴോട്ട് പല വിലയിൽ വാങ്ങിക്കാൻ
ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിൽക്കുന്ന സൈഡിലാണെങ്കിലോ 1000-ന് വിൽക്കുന്ന ആൾക്കാരുണ്ട്, 1001-ന് വിൽക്കാനുണ്ട്, 2-ന് വിൽക്കാനുണ്ട്, 3-ന് വിൽക്കാനുണ്ട്. അങ്ങനെ കൂടിയ വിലയിൽ വിൽക്കാനായിട്ടും ആൾക്കാർ വന്നിപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യത്തെയും, അതായത് വിൽക്കാനുള്ള വിലയും വാങ്ങിക്കാനുള്ള വിലയും നമുക്ക് ഒരു ലിസ്റ്റിൽ തന്നെ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കും. ഇതിനെയാണ് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത്. ആ ഓർഡർ ബുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കുറച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഇതിന്റെ വില മുകളിലോട്ട് പോകാനാണോ അതോ താഴോട്ട് പോകാനാണോ സാധ്യതയെന്ന്. അടുത്ത ഒരു ടേമാണ് ഡിമാറ്റ് അക്കൗണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? അതായത് മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മുടെ ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പേപ്പർ രൂപത്തിലായിരുന്നു, നമുക്ക് അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് തരുമായിരുന്നു. അതായത് അതിൽ എഴുതിയിരിക്കും ഇയാള് ഈ കമ്പനിയുടെ ഇത്ര ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതായത് സിഗ്നേച്ചർ സൈനും എക്സ്ചേഞ്ചിന്റെ സ്റ്റാമ്പും ഒക്കെ അടിച്ചൊരു സർട്ടിഫിക്കറ്റ് ആയിരുന്നു. പണ്ടൊക്കെ ആൾക്കാർ ഷെയർ വാങ്ങിച്ചതിന് ശേഷം ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് ലോക്കറിനകത്ത് വെച്ചേക്കുമായിരുന്നു, അല്ലെങ്കിൽ വീട്ടിലെ മെത്തേഡ് അടിയിലൊക്കെ വെച്ചേക്കുമായിരുന്നു. കാരണം ഇത് മോഷണം പോകാൻ സാധ്യതയുള്ള സാധനമായിരുന്നു. കാരണം പണ്ട് കാലത്തൊക്കെ ഈ സർട്ടിഫിക്കറ്റ് ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുവച്ച് പണയം വെച്ച് വരെ ആൾക്കാർ പൈസ എടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് മോഷണം പോകാനും ഒരുപാട് സാധ്യത ഉണ്ടായിരുന്നു. അപ്പം പണ്ട് അങ്ങനെ ആയിരുന്നു ഇത് സൂക്ഷിച്ചിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ ഡിജിറ്റലാണ്. അപ്പൊ ഡിജിറ്റലായിട്ട് നമുക്ക് ഇതിനെ സൂക്ഷിക്കണം. അതിനെയാണ് ഡിമെറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഡിമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട്. അതായത് നമുക്ക് കയ്യിൽ എടുക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ ഒരു ബാങ്ക് അക്കൗണ്ട് പോലത്തെ ഉള്ള കൺസെപ്റ്റ്. അതിനാണ് ഡിമെറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. ഇനിയുള്ളത് മാർക്കറ്റ് അവേഴ്സ് ആണ്. എന്താണ് മാർക്കറ്റ് അവേഴ്സ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇന്ത്യൻ മാർക്കറ്റിലെ ട്രേഡ് നടക്കുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ 9:15 തൊട്ട് ഉച്ചയ്ക്ക് 3:30 വരെയാണ്. ഈ ഒരു കാലയളവിന് ഇടയ്ക്കാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഈ സമയത്താണ് സ്റ്റോക്കുകളുടെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അപ്പൊ ചോദിക്കും, അപ്പോൾ മാർക്കറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന്. മാർക്കറ്റ് അടച്ചു കഴിഞ്ഞാൽ, അത് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. വേണമെങ്കിൽ നമുക്ക് ഓർഡർ ഇടാൻ പറ്റും. അതിനെ AMO എന്ന് പറയും, ആഫ്റ്റർ മാർക്കറ്റ് ഓർഡേഴ്സ് എന്ന് പറയും. ആഫ്റ്റർ മാർക്കറ്റ് ഓർഡേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രോക്കർ അത് എക്സ്ചേഞ്ചിലേക്ക് അയക്കും. അടുത്ത ദിവസം രാവിലെ ട്രേഡിംഗ് സെഷൻ ഓപ്പൺ ആവുന്ന സമയത്ത് ആദ്യം തന്നെ അത് നമ്മുടെ ഓർഡർ എന്ത് വിലയിലാണോ കിടക്കുന്നത് ആ വിലയിൽ തന്നെ പഞ്ചാവാനാണ് സാധ്യതയുള്ളത്. ഇതിനെയാണ് AMO എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമുക്കൊന്ന് സമ്മപ്പ് ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഡിജിറ്റൽ മാർക്കറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ കമ്പനികൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, നിക്ഷേപകർ ഷെയറുകളെ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു. പിന്നെ ബ്രോക്കേഴ്സ് എക്സ്ചേഞ്ചിനും നിക്ഷേപകർക്കും ഇടയിൽ ഒരു ബ്രോക്കേഴ്സിനെ പോലെ വർക്ക് ചെയ്യുന്നു, ഇടനിലക്കാരെ പോലെ വർക്ക് ചെയ്യുന്നു. NSE, BSE എന്നീ 2 എക്സ്ചേഞ്ചുകളാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. നമ്മൾ ഒരു ബൈ ബട്ടൺ അമർത്തുമ്പോൾ നമ്മുടെ ഓർഡർ ബ്രോക്കറിലേക്ക് ചെല്ലുന്നു, ബ്രോക്കർ അതിനെ എക്സ്ചേഞ്ചിലേക്ക് അയക്കുന്നു, എക്സ്ചേഞ്ച് ഒരു സെല്ലേഴ്സിനെ അവിടെ കണ്ടുപിടിക്കുന്നു, അവിടെ ട്രേഡ് എക്സിക്യൂട്ട് ആവുന്നു. അതിനോടൊപ്പം തന്നെ ഒരു ഷെയർ എത്ര ഷെയർ ആണോ നമ്മൾ വാങ്ങിച്ചത് അത് നമ്മുടെ ഡിമെറ്റ് അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യുന്നു. ഇനി ആരെങ്കിലും നിങ്ങളോട് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അൾട്ടിമേറ്റ് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോ സീരീസ് ആണിത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവെസ്റ്ററും ട്രേഡറും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.